ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥാവിശേഷം. മാത്രമല്ല, മാർക്സിസ്റ്റുകാരുടെ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഒന്ന് നമ്മുടെ ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാം എല്ലാവരും ചിരിക്കലാണ്. കാരണം അങ്ങനെ ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ വിചാരിച്ചു കാലക്കളിയിൽ മാമുപ്പോയാലുള്ള കാസർഗോഡ് സിദ്ധീകരത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് ഞാൻ ചിന്തിച്ചു. സുദീർഘമായ സംസാരത്തിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാർട്ടി ചെയർമാൻ ദീർഘമായ രാഷ്ട്രീയ കാര്യങ്ങൾ സംഘടനാപരമായി ഒരു മുന്നണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഗൗരവകരമായി കാസർഗോഡ് പാർലമെന്റിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചെടുക്കുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പ്രധാനപ്പെട്ട പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കോസ്റ്റൽ പെൻഷനുണ്ട് തീരപ്രദേശം ബേക്കൽ കോട്ടപ്പോലുള്ള നെടുങ്കോട് കേരളത്തിലെ ടൂറിസത്തിന് പറ്റിയതായ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. വികസന മേഖലയിൽ സ്വാഭാവികമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെയുള്ള ലാൻഡ് അവൈലബിലിറ്റി. ഭൂമിയാണ് ഇതിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ ഭൂമി ലഭ്യമായിട്ടുള്ള ജില്ലകൾ വളരെ ചുരുക്കമാണ്. പാലക്കാട് ജില്ലയെ പോലെ, ഇടുക്കിയെ പോലെ, കാസർഗോഡിനെ പോലെ അല്പം ജില്ലകൾ വന്നു. അതിൽ ഏറ്റവും പ്രഥമ ഗണനീയമായ ജില്ല ഈ കാസർഗോഡ് ജില്ല.